തിരികെ നമ്മൾ വീണ്ടും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിലാപയാത്രയിലേക്ക് മടങ്ങുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. നമ്മൾ തത്സമയം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ആ വിലാപയാത്രയിൽ കാൽനടയായും വാഹനങ്ങളിലുമൊക്കെ അനുഗമിക്കുന്നുണ്ട്. വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിഗംബോധ് ഘട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ മുൻ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട നൽകും. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാണിപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് വിലാപയാത്ര തുടങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാതി ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, നിഗംബോധ് ഘട്ടിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിട നൽകാൻ തയ്യാറെടുക്കുകയാണ് രാജ്യം. അവിടെ ഔദ്യോഗിക ബഹുമതികളോടെ സേനാ വിഭാഗങ്ങളുടെ ആദരവോടെ മുൻ പ്രധാനമന്ത്രിക്ക് വിട നൽകും. തീർച്ചയായും മനു, ഇവിടെ നിന്നും കൃത്യം 1 മണിക്കൂർ നേരം നീണ്ടുനിന്ന പൊതുദർശനമാണ് ഉണ്ടായിരുന്നത്. ആ പൊതുദർശനത്തിന് ശേഷം AICC ആസ്ഥാനത്ത് നിന്നും പ്രത്യേകം ക്രമീകരിച്ച വാഹനത്തിൽ മൃതശരീരം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും AICC ആസ്ഥാനത്ത് നിന്നും നിഗംബോധ് ഘട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും എന്നാണ് മനസ്സിലാവുന്നത്. കൃത്യം 11:45 തന്നെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യം വിട നൽകുന്നത്. അത്തരത്തിൽ സൈന്യത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ ട്രയൽ പരേഡ് അടക്കം അവിടെ നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 11:45 സംസ്കാരം നടക്കുകയാണ്. നിരവധിയായിട്ടുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെയും ഇന്ന് രാവിലെ AICC ആസ്ഥാനത്തെത്തിയിരുന്നു. AICC ആസ്ഥാനത്തെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ പൂർത്തീകരിച്ചുകൊണ്ട് കൃത്യസമയത്ത് 8:30 അദ്ദേഹത്തിൻ്റെ മൃതശരീരം വസതിയിൽ നിന്ന് എടുത്ത് നേരെ AICC ആസ്ഥാനത്തേക്ക് വരികയും AICC ആസ്ഥാനത്തെ 1 മണിക്കൂർ നേരം നീണ്ട പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് വിലാപയാത്രയായി തന്നെ പോയിരിക്കുകയാണ്. ആ വാഹനത്തോടൊപ്പം, അതായത് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തോടൊപ്പം മറ്റു നേതാക്കളുടെ വാഹനങ്ങൾ, കുടുംബാംഗങ്ങൾ, ഭാര്യ, മകൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെയും ആ വാഹനത്തിനോടൊപ്പം അകമ്പടിയായി തന്നെ ഉണ്ട്. രാഹുൽ ഗാന്ധി ആ വാഹനത്തിലാണ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത്. മറ്റു നേതാക്കളൊക്കെയും ഈ സമയം കൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് കണ്ടുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അങ്ങനെ തുടങ്ങി നാനാ ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും അദ്ദേഹത്തിനെ അവസാനമായി കാണുന്നതിനു വേണ്ടി, അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതിനു വേണ്ടി ഇന്നലെ തന്നെ എത്തിയിരുന്നു. അതിനുശേഷം രാവിലെ മുതലാണ് അവിടെ ഇന്നലെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എത്തിച്ചേർന്നത്. വൈകുന്നേരം വരെയും അത് പുരോഗമിക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. രാത്രിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖരായ നേതാക്കൾ എത്തിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കം VD സതീശൻ എത്തിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി കേരളത്തിലെ എല്ലാ നേതാക്കളും ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ശേഷമാണ് ഇന്ന് AICC ആസ്ഥാനത്തും ഇത്തരത്തിൽ ദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നത്. ഇനി സംസ്കാരമാണ്. 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരും ഓർമ്മിക്കുന്നത് ഒരു രാഷ്ട്രീയ വ്യക്തിപരമായി കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ ഒരു സൗമ്യ സ്വഭാവമുള്ള, ശാന്തനായ, ഒരു പരുക്കൻ പെരുമാറ്റം രീതികളില്ലാത്ത ഒരു നേതാവ്, ഒരു മുതിർന്ന നേതാവ്. എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധി ഇന്നലെ അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഒരു വഴികാട്ടിയായിരുന്നു തനിക്ക് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുകയും കൃത്യമായ കാര്യങ്ങളിൽ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെയും മിതമായി നേരിട്ടുകൊണ്ട് മാതൃകാപരമായ ഒരു ജനാധിപത്യ മര്യാദയോടെ പെരുമാറുന്ന ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ്. അത്തരത്തിലൊക്കെയും വിശേഷണങ്ങൾ ഏറെയാണ്. മറ്റ് അക്കാദമിക് ക്വാളിറ്റികൾ കൂടി എടുത്തു പറയുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട വലിയ വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന നയപരിഷ്കാരങ്ങൾ ഒക്കെയും അത്തരത്തിലായിരുന്നു. മുന്നോട്ട് വലിയ ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ സമീപിക്കുകയും അദ്ദേഹം ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസത്തിനുള്ളിലാണ് ബജറ്റ് അടക്കം കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തെ വലിയ സാമ്പത്തിക ശക്തിയുള്ള ഒരു രാജ്യമാക്കി മാറ്റും, അതിനുവേണ്ടിയാണ് താൻ മുൻകൈയെടുക്കുന്നത്, അത്തരത്തിലായിരിക്കും തൻ്റെ പ്രവർത്തനം എന്നതടക്കമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഇന്ത്യയുടെ വളർച്ചയ്ക്ക്, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏത് തരത്തിൽ ഉള്ള മാതൃകകൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയോടെ പ്രവർത്തിക്കുകയും അത് പരമാവധി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും ചില പരാജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിന് വിധേയനായി പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിടുകയായിരുന്നു. ആ വിമർശനങ്ങളൊക്കെ നേരിടുമ്പോൾ പോലും പതറാതെ അതൊരു വലിയ തർക്കവിധേയമായ വിഷയമാണ്. കാരണം അതുവരെ ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരമേൽക്കുന്ന സമയം, അതായത് ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം ഇന്ത്യ ഏറ്റവും സവിശേഷമായ ഒരു സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഏറ്റവും ദയനീയമായ സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുവരെ നമ്മൾ പിന്തുടർന്ന നെഹ്റുവിയൻ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് ഈ മത്സരാധിഷ്ഠിത കമ്പോളാധിഷ്ഠിത സാമ്പത്തിക മേഖലയിലേക്ക് ഇന്ത്യ കടന്നു വരുന്നത് മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്, ധനമന്ത്രിയായ സമയത്താണ്. അതാണിപ്പോൾ ഇന്നും രാജ്യം പിന്തുടർന്നു പോരുന്നത്. പക്ഷേ അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടും ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന വലിയൊരു പ്രശ്നം ഡോക്ടർ സിംഗിനടക്കം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മറ്റു ചില മേഖലകളിൽ വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മിതഭാഷയായ പ്രധാനമന്ത്രി, മറ്റുള്ളവർക്ക് വില നൽകിയ പ്രധാനമന്ത്രി, പ്രതിപക്ഷത്തിന് ബഹുമാനം നൽകിയ പ്രധാനമന്ത്രി, അങ്ങനെ എല്ലാ രീതിയിലും ആ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു വെക്കേണ്ടി വരും. ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് പോകുമ്പോൾ ഇനി എത്ര സമയം കൂടി ഉണ്ടാകാം അങ്ങോട്ടേക്ക് എത്താൻ? അധികം ദൂരമുണ്ടോ? ഏകദേശം ഈ AICC ആസ്ഥാനത്ത് നിന്ന് ഒരു 45 മിനിറ്റോളം എടുക്കും അവിടെ നിഗംബോധ് ഘട്ടിലേക്ക് എത്താൻ. അത് നോക്കുമ്പോൾ ഒരു 10 ഇപ്പോൾ 10 ആകുന്നു സമയം. 11 കൂടി അവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അവിടെ മറ്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ, ഈ ഔദ്യോഗിക ഓണറടക്കം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഒക്കെ എല്ലാം കഴിഞ്ഞ് കൃത്യം ഒരു 11:45 തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന സമയം എന്ന് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അത് അത്തരത്തിൽ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും വാഹനം തിരിച്ചിട്ടുണ്ട്. വാഹനം ഒരു 45 മിനിറ്റിനുള്ളിൽ നിഗംബോധ് ഘട്ടിലേക്ക് എത്തും. അവിടെ മറ്റ് ചടങ്ങുകൾക്ക് ശേഷം സംസ്കാരം നടക്കും. എല്ലാ നേതാക്കളും ഇവിടെ തന്നെയാണ് ഉള്ളത്. നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എല്ലാവരും ഇവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. ഇനി ഉള്ള ചടങ്ങുകൾ, ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ കഴിയുമ്പോൾ അദ്ദേഹം രാജ്യത്തോട് വിട പറയുകയാണ് എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിക്കുക തന്നെയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി, കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സിലൊക്കെ തന്നെയും ഒരു മിതഭാഷയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞനെയൊക്കെയും നഷ്ടമാകുന്ന വേദന എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ കൃത്യം 8:30 വസതിയിൽ നിന്നും ഇന്ന് മൃതദേഹം എടുത്തത്. നേരെ AICC ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയം പാലിച്ചുകൊണ്ട് തന്നെ, സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ അതെല്ലാം പൂർത്തിയായി ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹം യാത്രയാകുന്നു. വലിയ നഷ്ടം എന്ന് തന്നെ ഇതിനെ പറഞ്ഞു വെക്കേണ്ടി വരും. മനു, തീർച്ചയായും ഞാൻ സ്വാതിയിലേക്ക് വരാം. രാജ്യത്തിനൊരു വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2 തവണ പ്രധാനമന്ത്രിയായ രാജ്യത്തെ നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനത്തോടെ വിട നൽകുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.